ഹലോ, എന്താ? ഞാൻ വരൂലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞ്? അപ്പനും കൂടെ വിസ എടുത്താലേ ഞാൻ വരാം. അപ്പനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ഞാൻ വരൂല. രണ്ടുപേരും കൂടെ ആണെങ്കിൽ വരാം, ഒരാളായിട്ട് വരൂല. എന്താണ് നീ പറഞ്ഞുകൊണ്ടിരി? പിന്നെ ഒരേ വാചകം തന്നെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ്? അപ്പനും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരൂല. വച്ചിട്ട് പോ. പിന്നെ ഞാൻ പറയണത് നീ കേള്. അപ്പനെയും കൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രം വിസ എടുത്താൽ മതി. മതി മതി അപ്പനെ ആർക്ക് വേണം? അപ്പന് ചോറ് വയ്ക്കാൻ അറിയോ? കൂട്ടാൻ വയ്ക്കാൻ അറിയോ? മക്കളെ തുണി കഴുകാൻ അറിയോ? മക്കളെ ചന്തി കഴുകി കൊടുക്കാൻ അറിയോ? അപ്പനെ ആർക്കും വേണ്ടടി. ഇത് അമ്മയോടുള്ള സ്നേഹം കൊണ്ട് കൊണ്ടുപോകണതല്ല അമേരിക്കയ്ക്ക്. അവന് വീട്ടുവേലയ്ക്ക് ആളെ വേണം. അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കണതിന് മണിക്കൂർ കണക്കിന് 4, 5, 8, 10 ഡോട്ട് കൊടുക്കണം. അമ്മേനെ അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ വേലക്കാരിയായിട്ട് അവിടെയായിട്ട് ജോലികൾ ചെയ്യിപ്പിക്കാം. അപ്പനെ ഏത് പട്ടിക്ക് വേണം? അവരെ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? ജീവിതകാലം മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ട് അവരെ വളർത്തിയെടുത്ത് അവർ ഓരോ പൊസിഷനിലെത്തിക്കുമ്പോൾ അപ്പനെയും അമ്മേനെ ഒറ്റപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അകറ്റിക്കൊണ്ടുപോയി എത്ര മനസ്സാക്ഷിയെന്ന് നോക്കണം. വയസ്സുകാലത്തെങ്കിലും അവരൊരുമിച്ച് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുകയല്ല. എത്ര വീടുകളിലാണ് ഓരോരോ വൃദ്ധന്മാരും ഒറ്റയ്ക്ക് കിടക്കുന്നത്. അമ്മമാരെയും കൊണ്ടുപോകും. അവരെ പറയുന്നത് എന്താ? അമ്മയുടെ സ്നേഹം കൊണ്ടുപോകണം. ഓരോരുത്തരും സ്നേഹമല്ല, വെറും അടുക്കളപ്പണിക്ക് വേണ്ടി മാത്രം അമ്മയെ ഉപയോഗിക്കാനാണ്. സ്നേഹമുള്ള മക്കൾ അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുപോകും. അല്ല, അമ്മയെ ഒറ്റയ്ക്ക് കൊണ്ടുപോകില്ല, അച്ഛനെ ഒറ്റയ്ക്കിട്ട്. അച്ഛനെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ വല്ല നേഴ്സന്മാരെ വെച്ച് നോക്കുക. ആർക്കും സ്നേഹമല്ല. അത്രയും മനസ്സിലാക്കിയാൽ മതി. നിനക്ക് എന്നെ വിട്ടുപോകാൻ പറ്റാത്തത് നിൻ്റെ വലിയ മനസ്സ്. അത്രേ എനിക്ക് പറയാനുള്ളൂ.